കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരണോ എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. ഇടത് അനുകൂല സിൻഡിക്കേറ്റിന് തീരുമാനത്തിന് വിട്ടതോടെ കോടതി തീരുമാനം തത്വത്തിൽ രജിസ്ട്രാർക്ക് അനുകൂലമായി സസ്പെൻഷൻ നിലവിൽ നിലനിൽക്കുമെന്നും സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വന്നത്. ഹർജിയുടെ വാദം കേൾക്കുന്ന സമയത്ത് ഇരുകൂട്ടരെയും കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നെങ്കിലും വിധി അനിൽകുമാറിന് അനുകൂലമാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിൽക്കുമെന്ന് പറഞ്ഞ ഹൈക്കോടതി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു. യോഗം വിളിച്ചു ചേർക്കുന്നതോടെ അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിഷയം അജണ്ടയിൽ കൊണ്ടുവരാനും അത് റദ്ദാക്കാനും സിൻഡിക്കേറ്റിന് സാധിക്കും. സിൻഡിക്കേറ്റ് അധികാരങ്ങളെ അംഗീകരിക്കുന്നതാണ് ഹൈക്കോടതി വിധി എന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരന്റെ പ്രതികരണം. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ വിധി പ്രകാരം VC യോഗം വിളിച്ചു ചേർക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പൂർണ്ണമായ വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ അറിയിച്ചു. സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ കഴിഞ്ഞ ജൂലൈ 2-നാണ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ജൂലൈ 6-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഈ നടപടി റദ്ദാക്കിയെങ്കിലും അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായതിനാൽ അംഗീകരിക്കാൻ VC തയ്യാറായില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും അനിൽകുമാർ വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നില്ല. കോടതി വിധി അംഗീകരിക്കാൻ വൈസ് ചാൻസലർ വിമുഖത കാണിച്ചില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന് പദവിയിലേക്ക് തിരിച്ചെത്താനാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.